കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ 4 മണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. കണ്ണനെ നല്ല പോലെ അലങ്കരിച്ചിട്ടുണ്ട്. പൊന്നുണ്ണിക്കണ്ണൻ അതാ ശ്രീലകത്ത് പുഞ്ചിരി തൂക്കി നിൽക്കുകയാണ് കേട്ടോ. ആ നെയ്വിളക്കെല്ലാം നല്ല ശോഭയോടുകൂടി കത്തുന്നുണ്ട്. ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ ആ ഭഗവാനെ കാണുമ്പോൾ ആ പുഞ്ചിരിക്ക് ഒരു മാറ്റു കൂടുതലുള്ള മാതിരി നമുക്ക് തോന്നും. പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. മാറത്തൊരു സ്വർണ്ണ തിലകവും വീതി കൂടിയ ഒരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെള്ളപ്പട്ട് കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട്. സ്വർണ്ണക്കിരീടം ചാർത്തി കിരീടത്തിന്മേൽ 2 തിരുമുടിമാലകളും 2 വലിയ വനമാലകളും ഭഗവാനെ ചാർത്തിയിരിക്കുന്നു. അങ്ങനെ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ രൂപം നട തുറന്ന സമയത്ത് ഭക്തജനങ്ങളെല്ലാവരും കൺകുളിർക്കെ കണ്ട് ആ മനസ്സിലേക്ക് ആവാഹിച്ച് ആ കണ്ണൻ്റെ തൃപ്പാദത്തിൽ ചെന്ന് വീണ്ടും നമസ്കരിച്ച് പ്രാർത്ഥിക്കുകയാണ്. കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവും, അത് തീർച്ചയാണ്. സത്യമായത് ആ ഭഗവാൻ പൊന്നുണ്ണിക്കണ്ണൻ മാത്രമേ ഉള്ളൂ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. നമുക്കും ആ പൊന്നുണ്ണിക്കണ്ണനെ ആ പട്ടുകോണകമെടുത്ത് ആ പുഞ്ചിരി തൂകിത്തു മന്ദഹാസത്തോടു കൂടി നിൽക്കണ ആ പൊന്നുണ്ണിക്കണ്ണനെ നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് കുറച്ച് നേരം താലോലിച്ച് ആ കണ്ണന് വേണ്ടതെല്ലാം വാരി കോരിക്കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം. ആ പൊന്നുണ്ണിക്കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും, അതുറപ്പാണ്. യാതൊരു സംശയം വേണ്ട. കണ്ണൻ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാകും. ആ വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കോരിത്തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും. പരമമായ സത്യം പൊന്നുണ്ണിക്കണ്ണൻ മാത്രം, ഭഗവാൻ മാത്രം. ആ വിശ്വാസത്തോടു കൂടി നമ്മളെല്ലാവരും ഉറക്കെ ഭഗവാന്റെ നാമം ജപിച്ചോളൂ. നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ ഉത്കൃഷ്ടമായ മന്ത്രം, നാമത്രയ മന്ത്രം എല്ലാ ഭക്തജനങ്ങളും ജപിച്ചോളൂ. എപ്പോഴും ജപിക്കാവുന്ന ഒരു മന്ത്രമാണ്. നമ്മുടെ ശാരീരിക അസുഖങ്ങളെല്ലാം മാറി കുടുംബാന്തരീക്ഷം നല്ല ഐശ്വര്യപൂർണമാക്കി സമ്പൽ സമൃദ്ധിയോടുകൂടി ഭഗവാനാക്കി തരും. നമ്മുടെ സന്തതി പരമ്പരകളെയും ഭഗവാൻ കാത്തുരക്ഷിക്കും. ഈ നാമത്രയം എപ്പോഴും ഉറക്കെ ചെല്ലാം, ഏത് സമയത്തും ചെല്ലാം. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.